ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ വളരെ ഈസിയും ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ലഡു ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ഞാനിവിടെ റെഡിയാക്കി വെക്കാൻ പോണത് തേങ്ങയാണ്. ഇത് 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതാണ്. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് നമ്മൾ മാറ്റിയെടുക്കണം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലഡു പെട്ടെന്ന് കേടായി പോവും. അതുകൊണ്ടാണ് ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറ്റാൻ പറയണത്. അപ്പോൾ കുറച്ച് ദിവസം അധികം തന്നെ നമ്മുടെ ലഡു ഇരുന്നോളും. പക്ഷേ ഇത് ക്യാരറ്റ് ലഡു ആയതുകൊണ്ട് ഒരുപാട് ദിവസമൊന്നും ഇരിക്കില്ല. ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ കഴിച്ചു തീർക്കണമെന്ന് അത്രയും നല്ലത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനുള്ളിലേക്ക് എന്തായാലും തീർന്നു പോവും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു സ്വീറ്റാണിത്. അപ്പോൾ പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിട്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. തീ എപ്പോഴും സിമ്മിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ കരിയരുത്, അടിക്കും പിടിക്കാൻ പാടില്ല. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ വലിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇത്രയും മതി. ഇനിയും വെച്ചത് കരിഞ്ഞു പോവും. എപ്പോഴും അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെയാണ്, അതേപോലെ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും അടിയിൽ പിടിക്കില്ല. പിന്നെ തീ എപ്പോഴും സിമ്മിലായിരിക്കണം. അപ്പോൾ ഇത് ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കിനി ലഡു ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. എന്തായാലും അവസാനം ഞാനൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ചുകൂടി എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്നുകൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് മെൽട്ടായി വരണം. നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കാം. ഇത് വേഗം വേഗം ആയി കിട്ടും. നല്ല ടേസ്റ്റുമാണിത്. കളറൊന്നും ചേർക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ ഇതിപ്പോൾ നന്നായി മെൽട്ടായി വരുന്നുണ്ട്. നമുക്ക് ആദ്യം കാഷ്യൂ നട്ട്സും റൈസിൻസും ഇതിൽ വറുത്ത് കോരണം. നെയ്യ് നന്നായി തന്നെ മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ആദ്യം കുറച്ച് കാഷ്യൂ നട്ട്സ്, അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവൊക്കെ എടുക്കാം. അപ്പോൾ ഞാനത് ഒന്ന് ചെറുതാക്കി ഇങ്ങനെ പൊട്ടിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണമെങ്കിൽ ഇടാം. പക്ഷേ നമുക്ക് ഉരുട്ടിയെടുക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പം ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചിടുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ എന്താ നമ്മളുടെ ഇഷ്ടം അതിനനുസരിച്ച് മാറ്റം വരുത്തുക. അപ്പോൾ ഞാനിതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് റോസ്റ്റായ ശേഷം നമുക്കിതിലേക്ക് റേസിൻസ് ഇടാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ കരിഞ്ഞു പോകണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിത് ചെറുതായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പം ഇത് മാറ്റിയ ശേഷം ഇതേ നെയ്യിലേക്ക് തന്നെയാണ് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 1.5 കപ്പ് ക്യാരറ്റ് ഉണ്ടാവും ഇതിൽ. പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ കപ്പിൽ തന്നെ അളന്നെടുക്കണമെന്നൊന്നുമില്ല. നമ്മൾ ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് ആ പാത്രം ഫുള്ളായി എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് പകുതി പഞ്ചസാര എന്നതാണ് അളവ്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഈ ഒരു പാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പാത്രത്തിൻ്റെ പകുതി പഞ്ചസാരയാണ് ഞാനിതിൽ ചേർക്കുക. അപ്പോൾ ആ ഒരു അളവ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലാക്കാം. പക്ഷെ ഒരു കറക്റ്റ് അളവ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെടുത്ത് ക്യാരറ്റിൻ്റെ പകുതിയാണ്. കാരണം ക്യാരറ്റിന് തന്നെ ഒരു ചെറിയ മധുരം ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിച്ച് മധുരമൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്തുക. അപ്പോൾ ഇതുപോലെ ഒന്ന് പതുക്കെ മെല്ലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നെയ്യൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അതേപോലെ നമ്മളിതൊന്ന് പകുതി വേവായ ശേഷം മാത്രം പഞ്ചസാര ചേർത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഇതിനൊപ്പം പഞ്ചസാര ചേർക്കുമ്പോൾ കറക്റ്റ് നന്നായിട്ടൊന്നും വെന്ത് വരില്ല. അപ്പോൾ ടേസ്റ്റിലും വ്യത്യാസം കാണും. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ഇതൊന്ന് പകുതി വേവാക്കി എടുക്കണം. ഈ നെയ്യിൽ കിടന്നൊന്ന് പകുതി വേവണം. അതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിനി ഇതിലേക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാരയുടെ അളവൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി നമുക്ക് ഇളക്കിയെടുക്കാം. പഞ്ചസാര എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ ഒന്ന് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ പകുതി വെന്ത ശേഷം മാത്രം ഇത് ചേർക്കുക. ഞാനിപ്പോൾ ഇത് പകുതിയോളം വെന്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പഞ്ചസാര ചേർത്തത്. ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് വെന്ത് കിട്ടും. അതിനുശേഷം പഞ്ചസാര ചേർക്കാം.
പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം പിന്നെ ഒന്ന് മെൽട്ടായി അതൊന്ന് വെള്ളമായി വരും. അപ്പോൾ ആ വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അത്രേ വേണ്ടുള്ളൂ. അപ്പോഴേക്കും നമ്മളുടെ വേഗം തന്നെ നമ്മളുടെ ഈ ലഡു റെഡിയാവും. ഇപ്പോൾ പഞ്ചസാരയൊക്കെ മെൽട്ടായി വരുന്നുണ്ട്. ഇനിയും നന്നായി മെൽട്ടാവാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്നിട്ട് ഒന്നുകൂടി നമ്മുടെ ക്യാരറ്റ് ഫുള്ളായിട്ട് വെന്ത് വരണം. ഇപ്പോൾ പഞ്ചസാര മുഴുവനായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ വെള്ളം ഒഴിച്ച പോലെ തന്നെ കുറച്ചധികം വെള്ളമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് വേണം ഇതൊന്ന് വറ്റി വരാൻ. അപ്പോഴേക്കും ഇത് നന്നായി വെന്ത് വരികയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒന്നിങ്ങനെ കുത്തി കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ എല്ലാ ഭാഗത്തേക്കും എത്തുകയും ചെയ്യും ഈ വെള്ളമൊക്കെ. അപ്പോൾ നന്നായി വെന്ത് കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ, കുറച്ചധികം തന്നെ വെള്ളമുണ്ട്. അപ്പോൾ ഇതൊന്ന് വറ്റിച്ച് ഇത് പാത്രത്തിൽ നിന്നും വിട്ടു പോരണം. അങ്ങനത്തെ ഒരു പരുവാക്കി എടുക്കണം നമ്മൾ. അപ്പോൾ അതുവരയ്ക്കും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ക്യാരറ്റിൽ പഞ്ചസാര മെൽട്ടായതൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ വലിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇനിയും കുറച്ചുകൂടി ആവാനുണ്ട്. ഇപ്പം തന്നെ നന്നായി വെന്ത് കഴിഞ്ഞു നമ്മുടെ ക്യാരറ്റ്. ഇനി ഇതൊന്ന് വെള്ളമൊന്ന് വറ്റി വന്നാൽ മാത്രം മതി. ശേഷം നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ വെള്ളം വറ്റിയ ശേഷം ചേർത്താൽ മതി. ഇപ്പോൾ വെള്ളം ഒന്നുകൂടി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കാതിരിക്കരുത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ അടച്ച് വെച്ചും വേവിക്കാം കേട്ടോ. അടച്ചിട്ട് ഒരു 3 മിനിറ്റൊക്കെ അടച്ച് വേവിച്ചാലും മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പക്ഷേ കുറേ നേരം ഇങ്ങനെ അടച്ച് വേവിച്ചാൽ പെട്ടെന്ന് വെള്ളം വറ്റിക്കിട്ടില്ല. തുറന്ന് വെച്ചാൽ തന്നെ വെള്ളം പെട്ടെന്ന് വറ്റിക്കിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു 2 മിനിറ്റൊക്കെ അടച്ച് വെച്ച ശേഷം പിന്നീട് തുറന്ന് വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർക്കാം. പാല് ചേർക്കരുത്, പാൽപ്പൊടി മാത്രം ചേർത്താൽ മതി. പിന്നെ ഇത് തികച്ചും ഓപ്ഷണലാണ്. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുന്ന മാത്രം. അപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ടേസ്റ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഇത് ചേർക്കണം കൊണ്ട് ഉണ്ടാവുള്ളൂ. ചേർത്തില്ലെങ്കിലും അടിപൊളിയാണ്. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് കൂടി ചേർക്കുക. മധുരം ഒന്ന് ബാലൻസായി കിട്ടാനാണ്. എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, പാത്രത്തിൽ നിന്ന് എല്ലാം കൂടിയിട്ട് വിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കാഷ്യൂ നട്ട്സും റൈസിൻസും നമ്മൾ നേരത്തെ നെയ്യിൽ മൂപ്പിച്ചെടുത്തതും അതേപോലെ തന്നെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കാഷ്യൂ നട്ട്സും റൈസിൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡുവാണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ക്യാരറ്റൊക്കെ കഴിക്കുന്നതാണെങ്കിൽ നല്ലതാണല്ലോ കുഞ്ഞുങ്ങൾക്കൊക്കെ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇപ്പോൾ ഞാനിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ടോ. തീ ഞാൻ ഓഫ് ചെയ്തിട്ടില്ല. തീ ഓൺ ചെയ്തിട്ട് തന്നെ ഇരിക്കണത്, സിമ്മിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. നന്നായി ചൂടാറാൻ പാടില്ല. നമ്മൾ കൈക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ചൂടിൽ വേണം ഇത് ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ അത്രയും ചൂട് വേണം. ഇത് നമ്മുടെ കൈക്ക് താങ്ങാൻ പറ്റിയ ഒരു ചൂടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഉരുട്ടിയെടുക്കാൻ പോണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലേവറിന്. അത് ആവശ്യമാണെങ്കിൽ മാത്രം അങ്ങനെ ചേർത്താൽ മതി. ഇപ്പോൾ ഇതുപോലെ ഞാൻ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് എടുക്കുന്നത്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് സൈസിലൊക്കെ മാറ്റം വരുത്താം. എല്ലാം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റിയാണ്. കണ്ടില്ലേ, ക്യാരറ്റ് ലഡുവൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എനിക്ക് മൊത്തം 14 ക്യാരറ്റ് ലഡു ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ഈ ഒരു സൈസ് ആയതുകൊണ്ടാണ് കേട്ടോ അത്രയും ലഡു ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.